നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹു കബൂൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മമായി നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന, മാനസികമായി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹനാപകടങ്ങളിൽപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലായിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവിടെയും നമ്മുടെ നസീർ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ അസുഖത്തെ, അപകട അവസ്ഥയെ തരണം ചെയ്ത് അസുഖത്തെ ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥനയാണ് നമ്മുടെ ഒരു വലിയ ആയുധം. ആ ആയുധത്തെ നാം മറന്നു പോകാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. ബർസഖ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് സുദീർഘമല്ലാത്ത വിധത്തിൽ ഞാൻ പ്രവേശിക്കും. രാമുഖമെന്ന നിലക്ക് പ്രാർത്ഥനയിലൂടെ നാം ആരംഭിച്ചതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. ചില ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും. ചില ആളുകളുടെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്ന്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കും. പരിശുദ്ധ റമദാനാണ്. നാവുകൊണ്ട്, ശരീരം കൊണ്ട്, സ്വത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, മറ്റെന്തെങ്കിലും സ്വാധീനങ്ങളെ കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എത്രയും വേഗത്തിൽ അവരെ കണ്ട് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയം അധികരിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയും അല്ലാഹുവിനിടയിൽ മറയില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞതായി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വദഅവത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ പ്രാർത്ഥനയും അങ്ങനെയാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന വേഗത്തിൽ അല്ലാഹു കബൂൽ ചെയ്യും. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ യാത്രയിലാകുമ്പോൾ, ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ, അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിത്തിരിക്കുമ്പോൾ പ്രാർത്ഥന നിബിഡമായ മനസ്സുമായിട്ടാണ് നാം യാത്ര ചെയ്യേണ്ടത്. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹുവിന് ഇഷ്ടമാണ്, അതവൻ വേഗത്തിൽ സ്വീകരിക്കും. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ പ്രാർത്ഥിക്കുക. അസ്ർ ബാങ്ക് വിളിച്ചു, ഇനി ഇഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള സമയം നാം കാത്തിരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ, മഗ്രിബ് ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ആ ടൈമിന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ
ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പിന്റെ സമയമാണിത്. നോമ്പ് തുറക്കാൻ സമയമായി. ഒരു കയ്യിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളവും ഒരുക്കി വെച്ച് നാം കാത്തു നിൽക്കുന്ന സമയമുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഇന്ന് ആളുകൾ കൂടുതലുണ്ട് തുറക്കാൻ, ഇന്നലത്തേക്കാൾ കൂടുതലാണ്, ഇന്ന് കുറവാണ് എന്ന ചർച്ചയൊക്കെ മാറ്റിവെക്കുക. അങ്ങനെയുള്ള ചർച്ച ഒന്നും വേണ്ട. സമയത്ത് പലഹാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയോ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചയോ ഒക്കെ മാറ്റിവെക്കുക. നോമ്പ് തുറക്കാൻ സമയമായ നേരത്തുള്ള പ്രാർത്ഥന വേഗത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുമെന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, നേരം വെളുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, സുബഹിയാകുന്നതിന്റെ തൊട്ട് മുമ്പ്, രാത്രിയുടെ 3 ഭാഗമാക്കി തിരിച്ചാൽ അവസാന ഭാഗത്തിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇ ദുനിയ കുല്ല ലൈല. എല്ലാ രാത്രിയും അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന സമയമാണത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാനിത് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ വേദനയെയും ദുഃഖത്തെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും നീക്കം ചെയ്തു കൊടുക്കാൻ നമുക്കാർക്കുമാവില്ല. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവന് സമ്പത്തുള്ളവന് കൊടുക്കാം. മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവന്റെ മാനസികമായ ക്ലേശത്തെ നീക്കിക്കൊടുക്കാൻ നമുക്കാർക്കുമാവില്ല. കുടുംബപരമായി വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രയാസത്തെ നീക്കം ചെയ്യാൻ നമുക്കാവില്ല. ഭൗതികമായ ഒരു പ്രയാസമാണെങ്കിൽ നീക്കം ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയേക്കാം. പക്ഷെ നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒന്നാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്ന പ്രയോഗം ആവശ്യമല്ല, തെറ്റൊന്നുമില്ല. ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നത് ആവശ്യമല്ല. കാരണം പ്രാർത്ഥന ആത്മാർത്ഥതയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും പടച്ച റബ്ബിനോട് എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രബോധകന്മാർക്ക് വേണ്ടി, പ്രഭാഷകന്മാർക്ക് വേണ്ടി, ദായിമാർക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങളെയും നല്ല ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകത്ത് നമുക്ക് പ്രവേശിക്കാനുണ്ട്. ഏതാണ് ആ ലോകമെന്ന് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ രംഗത്തെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമിൻ വറാഇഹിം, അവർക്ക് പുറമെ, അവർക്ക് പിറകിൽ. ആരാണ് അവർ? മനുഷ്യരാകുന്ന നമ്മൾ. നമുക്ക് പിറകിൽ സംസാരിക്കുന്ന ശിഹാബ് എന്ന് പറയുന്ന എന്റെ വയസ്സ് എത്രയായോ, ഇതാ എന്നെ കാത്തിരിക്കുന്നത് എന്റെ ജീവിതത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ ആവശ്യമില്ല. നമ്മള് നേരം വൈകിട്ടും കാത്തിരുന്ന് ഈ അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്ന ഭാഗത്തെ കാതോർക്കേണ്ട ആവശ്യമില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് മുഅ്മിനൂനിലെ 100-ാമത്തെ വചനമോദി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവരുടെ പിന്നിൽ മനുഷ്യർ എന്ന് പറയുന്ന, ജീവജാലങ്ങൾ എന്ന് പറയുന്ന അവർക്ക് പിന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട്. അതുവരെയുള്ള ഒരു മറയാണ് സത്യത്തിൽ ബർസഖ്. കടലിൽ യാത്ര ചെയ്തയിടയിൽ മരണപ്പെട്ടു. അവന്റെ ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല. ഫ്ലൈറ്റ് കത്തിയമർന്നു, അവരുടെ ബോഡി നമുക്ക് കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ ബർസഖില്ലേ? നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടു, അയാളുടെ ഖബറ് റെഡിയാക്കി, അയാളുടെ ശരീരത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്തു, നമസ്കാരം നിർവഹിച്ചു, 6 അടി മണ്ണിലേക്ക് വെച്ചു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്ന് നാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഒരൊട്ടകത്തെ അറുത്ത്, ഒരു നാക്കാലിയെ അറുത്ത് ഇതിന്റെ മാംസം വിതരണം ചെയ്യാവുന്ന സമയം എത്രയാണോ അത്ര സമയം നാം അവിടെ നിന്ന് അരമണിക്കൂറോ 3/4 മണിക്കൂറോ മിനിറ്റുകളോ സമയമെടുത്തുകൊണ്ട് നാം ഈ തസ്ബീത്ത് ചൊല്ലി. ഇതൊന്നും ചൊല്ലാതെ ഒരാൾ കടലിലോ വിമാനാപകടത്തിലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലോ അകപ്പെട്ട് മരണപ്പെട്ടു പോയി, അയാളുടെ ബോഡി തന്നെ കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്കും ഇങ്ങനൊരു ബർസഖുണ്ട്. അതാണ് ഓരോ മനുഷ്യന്റെ പിറകിലും ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്ന സംഭവത്തിനിടയിൽ നടക്കുന്ന ഒരു മറയാണ്. മരണം മുതൽ
രണ്ടാമതൊരു ജീവിതം ലഭിക്കുന്നത് വരെയുള്ള സമയപരിധി എത്രയുണ്ടോ അതാണ് ബർസഖ്. അതെല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ആ ബർസഖിൽ ഏറ്റവും നല്ലൊരു ജീവിതം അല്ലാഹു കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ദുരിതപൂർണമായ, സഹിക്കാനാവാത്ത, അസഹ്യമായ, വേദനയോടുകൂടിയ, ഓർക്കാനാവാത്ത, ചിന്തിക്കാനാവാത്ത, ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കാനാവാത്ത ഒരു ലോകം അല്ലാഹു തആല കഠോരമായ ശിക്ഷയായി കൊടുക്കുന്ന ഒരു ബർസഖുണ്ട്. അല്ലാഹു ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും നല്ല ജീവിതം ലഭിക്കുന്ന ഒരു ബർസഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം, എനിക്ക് വീടുണ്ടാക്കണം, ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ചെറുപ്പക്കാർ വിവാഹം കഴിക്കണം, നടക്കുമെന്ന് ഉറപ്പില്ല. ഞാൻ പഠിച്ച് എൻ്റെ MBBS അത് പൂർത്തീകരിക്കണം, എഞ്ചിനീയറിംഗ് പൂർത്തീകരിക്കണം, മറ്റേതെങ്കിലും തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ പഠനം പൂർത്തിയാക്കണം, സാധ്യമാണെന്ന് ഉറപ്പില്ല. MBBS-ന് എൻട്രൻസിൽ ഏറ്റവും നല്ല ഉയർന്ന റാങ്ക് ലഭിക്കാതെ 50, 60, 70 ലക്ഷം കൊടുത്ത് പഠിപ്പിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ. ഇവിടെയാണ് ബർസഖിനെ കുറിച്ചും ബർസഖ് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അവൻ പഠനം പൂർത്തീകരിച്ച് 2 മാസം കഴിഞ്ഞ് അവൻ പഠിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോഴാണ് 2010 ഒരു കുട്ടി മരണപ്പെടുന്നത്. ആ കുട്ടിയുടെ പിതാവ് ഒരു ഹൈന്ദവ സഹോദരനാണ്, ഹൈന്ദവ സഹോദരിയാണ് മാതാവ്, അവൻ ഹൈന്ദവനാണ്. ആ മാതാവിനും പിതാവിനും ആ മകൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ സകല പ്രതീക്ഷയും ആ മകനായിരുന്നു. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഇവിടെ ഇരിക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? അവന് നല്ലൊരു ബർസഖ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെയുടെ ലോകമാകുന്ന പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി സിറാത്ത് എന്ന പാലം കടന്ന് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും പ്രവേശിക്കുന്ന ഉന്നതമായൊരു സ്വർഗത്തിൽ എനിക്ക് ചാൻസ് ഉണ്ട് എന്ന ഒരു പ്രത്യേകമായ വിചാരം. അതെ, അത് സത്യമായ വിചാരമാണ്, വികാരമാണ്. ആ അഭിലാഷമാണ്, മോഹമാണ് എന്നെ നന്മയിലേക്ക് നയിക്കുന്നത്. ആണല്ലോ. അപ്പൊ ഞാൻ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ കുട്ടി 2 മാസം കഴിഞ്ഞ് ഡോക്ടറായി ഇറങ്ങാൻ പോവുകയാണ്, 1 മാസം കഴിഞ്ഞ് എഞ്ചിനീയറായി ഇറങ്ങാൻ പോവുകയാണ്. അവന് ജോലി കിട്ടി. അത് പൂർത്തീകരിക്കാൻ അടുത്ത മൺഡേയിൽ തിങ്കളാഴ്ച അവൻ ജോലിക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. അതിന്റെ തൊട്ട് 2 മിനിറ്റ് മുമ്പ്, മണിക്കൂർ മുമ്പ് മരണപ്പെട്ടാലും ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അല്ലാ, എന്റെ മകനെ ഞാൻ നല്ല രൂപത്തിൽ പഠിച്ച് വലുതാക്കി കൊണ്ടുവന്നു. എല്ലാം ചെയ്തു കൊടുത്തത് നീയാണെങ്കിലും കാരണക്കാരനായി ഞാൻ നിന്നു, ഈ ഉമ്മ നിന്നു, ഈ വാപ്പ നിന്നു. അല്ലാഹുവേ, എന്റെ മകനെ, എന്റെ മകളെ സ്വർഗലോകമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ ലോകത്ത് പടച്ചവനെ നേർക്ക് നേരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥനാ മനസ്സുമായിരിക്കാൻ ആ വാപ്പക്ക് പറ്റും, ആ ഉമ്മക്ക് പറ്റും. അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. അത് ഹൈന്ദവനില്ല. ഉണ്ടോ? നിരീശ്വരവാദിക്കുണ്ടോ? ഏതെങ്കിലും പരലോക വിശ്വാസമില്ലാത്തവർക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം മരണത്തോടുകൂടിയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ഇതെത്രയാണ്? മരണത്തോടുകൂടിയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചവന്റെ ശരീരത്തെ കരിച്ച് അതല്ലെങ്കിൽ കത്തിച്ച് വെണ്ണീറാക്കി ചാമ്പലാക്കി ഒരു മൺകുടത്തിലിട്ട് ഒരു നദിയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞ് അത് താന്നുപോയാൽ നരകമാണ്. അതേ, അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ വിശ്വാസപ്രകാരം അതൊരു ശുഭലക്ഷണമല്ല, ഉയർന്നു പോയാൽ ശുഭലക്ഷണമാണ്. ഈ ജന്മത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയത്, ഈ ജന്മത്തിൽ ഞാൻ വൈകല്യമുള്ളവനായത്, ഈ ജന്മത്തിൽ എന്റെ കണ്ണിന് അന്ധത ബാധിച്ചത്, ഈ ജന്മത്തിൽ എന്റെ കർണപുടത്തിന് കേൾവിശക്തി പോയത് കഴിഞ്ഞ ജന്മത്തിൽ, മുൻ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപനിമിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മൂഢമായ വിശ്വാസത്തിന്റെ ആളുകളാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ. സത്യല്ലേ? അവരുടെ വിശ്വാസം അതാണ്. ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എന്റെ മുൻ ജന്മത്തിലുള്ള പാപമാണ്. ഏതാണ് ആ പാപമെന്ന് ചോദിച്ചാൽ ആ പാവപ്പെട്ട ഹൈന്ദവന് പറഞ്ഞു തരാൻ പറ്റില്ല. അവൻ അറിയാത്ത പാപത്തിന് ഈ ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനുമാണ് അവൻ. ആണോ? നമ്മുടെ ബർസഖോ, നമ്മുടെ പരലോകമോ ആലോചിക്ക്. ഞാൻ ചെയ്യാത്ത നിസ്സാരമായ ഒരു കാര്യത്തിന് ഒരിക്കലും ഞാൻ വേദന അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ ചെയ്ത ഒരു നന്മയല്ലാതെ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വേണ്ടി എന്റെ മക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഖബറിടത്തിൽ ശിക്ഷ കുറച്ചു കൊടുക്കുമെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരാൾക്ക് മക്കളുടെ നിരന്തരമായ പ്രാർത്ഥന വരുമ്പോ
ചില സമയങ്ങളിലും ദിവസങ്ങളിലും ശിക്ഷ കുറച്ചു കൊടുക്കുമ്പോ അവര് ചോദിക്കുമത്രേ എന്താണ് കാരണമെന്ന്. അതിന് ഇവിടെ വെച്ച് നമുക്ക് മറുപടി പഠിപ്പിക്കുന്നത് അവിടെ മക്കളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടോന്ന് ആലോചിക്കണം, അങ്ങനെ ഒരു മോനുണ്ടോന്ന് ആലോചിക്കണം, അങ്ങനെ ഒരു മകനുണ്ടോന്ന് ആലോചിക്കണം. ഇല്ലേ, 4 മക്കളുണ്ട്. ഒരു കുട്ടിയെങ്കിലും എന്റെ മരണാനന്തരം എന്റെ ഖബറിന്റെ അടുത്ത് വന്നും വരാതെയും, ഒരു കുട്ടിയെങ്കിലും യാത്രയിലോ യാത്രയിലല്ലാതിരിക്കുന്ന സമയത്തോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, പടച്ചവനെ എന്റെ പ്രിയങ്കരിയായ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, അല്ലാഹ് എന്റെ ചേട്ടന് മാപ്പ് കൊടുക്കണേ എന്ന് പറയാൻ, എന്റെ അനിയന് വിട്ടുകൊടുക്കണേ എന്ന് പറയാൻ, ഇസ്ലാമിന്റെ ആദർശവും തനിമയും മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുജൻ, ഒരു ചേട്ടൻ, ഒരു മകൻ, ഒരു മകൾ, ഒരു വാപ്പ, ഒരു ഉമ്മ ഉണ്ടോ? അത് ആലോചിക്കേണ്ടതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ മക്കളെ, അങ്ങനെ അനിയന്മാരെ, അങ്ങനെ ജേട്ടന്മാരെ ഒക്കെ ലഭിക്കാൻ, നമുക്ക് കിട്ടാൻ ഒരു തൗഫീക്ക്, അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, ഖബർ എന്ന് പറയുന്ന ലോകത്തേക്ക് പ്രവേശിക്കുമ്പോ ഇതാ മരണം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മരിച്ചാല് കുറെ ടൈമൊന്നും ആരും പാത്തുവെക്കണ്ട എന്നാണ് ഏറ്റവും നല്ല സുന്നത്ത്. ദിവസങ്ങളോളം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമ്പ്രദായം സഹാബത്തോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അത്ര വലിയൊരു സംഭവമായി കണ്ടിട്ടില്ല. വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മരിച്ചാൽ ഉടനെ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം കുളിപ്പിക്കുക. മയ്യത്ത് കാണൽ പ്രത്യേക സുന്നത്തില്ലല്ലോ, മയ്യത്ത് കാണൽ പ്രത്യേക സുന്നത്തില്ല. മയ്യത്തിന്റെ കൂടെ നടക്കൽ സുന്നത്താണ്, മയ്യത്തിന്റെ മുന്നിലും പിന്നിലുമായി നടക്കൽ സുന്നത്താണ്. മയ്യത്ത് ഉള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവന്റെ ബാക്കിയുള്ള ആളുകൾ ജീവിക്കുന്ന വീട്ടിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. 3 ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ പ്രത്യേക സുന്നത്താണ്. 3 ദിവസം കഴിഞ്ഞാൽ സാധാരണഗതിയിലേക്ക് ഇറങ്ങണം. പിന്നെ ദുഃഖിച്ച് നിരാശനായി ടെൻഷനായി അവശനായിരിക്കാൻ പാടില്ല. ഒരു സഹാബി 3 ദിവസം കഴിഞ്ഞിട്ട് അത്തർ ഉപയോഗിച്ചു. അപ്പൊ മറ്റുള്ളവർ ചോദിച്ചു എന്താ അങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 3 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖമൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ, അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സുഗന്ധം ഉപയോഗിച്ചതാണ് എന്ന് പറയുന്ന സന്ദർഭം ചരിത്രത്തിലൂടെയും ഹദീസിലൂടെയും നമുക്ക് വായിക്കാൻ പറ്റും, അല്ലേ? ഇതൊക്കെ സുന്നത്താണ്. എന്നാൽ മരിച്ചത് കാണലോ ഒരു പ്രത്യേക സുന്നത്തില്ല. കാണണോ? കാണാം. അതിനുവേണ്ടി ഒരു പ്രത്യേക ബഹളം കൂട്ടേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മുടെ വാഹനം അതിവേഗത്തിൽ ഓടിച്ചൊരു അപകടം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. മരിച്ചത് കാണലല്ല പ്രത്യേക സുന്നത്ത്. എന്നാൽ കാണാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, മയ്യത്തിന്റെ കവിളിൽ ഉമ്മ വെച്ചു, അവിടുത്തെ കണ്ണുനീര് ഒലിച്ചിറങ്ങി. ആ മയ്യത്തിന്റെ ഈ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടതാരാന്നറിയോ? റിപ്പോർട്ട് ചെയ്തതാരാന്നറിയോ? മഹദി, അവിടുത്തെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ പ്രിയങ്കരിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. എന്നെന്താ മനസ്സിലായത്? ഒരു അന്യപുരുഷന്റെ ബോഡിയും മയ്യത്തും വേണമെങ്കിൽ ആളുകൾക്ക് കാണാന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ മയ്യത്ത് കാണുമ്പോ നബി ഉമ്മ വെച്ചതും നബിയുടെ കണ്ണുനീര് ആ മയ്യത്തിന്റെ കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങുന്നതും റിപ്പോർട്ട് ചെയ്യുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആവട്ടെ, മയ്യത്ത് കൊണ്ടുപോകുക വേഗം. ഞാൻ വേഗം ഖബറിലേക്ക് പോവാന്, കുറച്ച് സമയം സംസാരിക്കുള്ളൂ. മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോവാന്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആവട്ടെ, കൊണ്ടുപോവാതിരിക്കുന്ന സമയത്താകട്ടെ, ഈ ആത്മാവിന്റെ ഒരു അട്ടഹാസമുണ്ട്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഒരു അട്ടഹാസമുണ്ട്. ആ അട്ടഹാസം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള അല്ലെങ്കിൽ പരിസര പ്രദേശത്തുള്ള ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെ കേൾക്കുന്ന അട്ടഹാസമാണ്. ആത്മാവിന്റെ അട്ടഹാസം പരിസരത്തുള്ള സർവ്വ ജീവജാലങ്ങളും കേൾക്കുന്നു. മനുഷ്യൻ കേൾക്കുന്നില്ല. മനുഷ്യന് കേൾക്കാൻ പാടില്ല. കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവന്റെ മുന്നോട്ടുള്ള ഗമനമുണ്ടാവില്ല. അവൻ ബോധരഹിതനായി വീണുപോകും. അവന് മുന്നോട്ട് കാലുകൾ നീക്കാൻ കഴിയില്ല. മരണപ്പെട്ട വാപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മരണപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് വഹിച്ചുകൊണ്ട് നടക്കാൻ അവർക്ക് കഴിയില്ല. കൂട്ടുകുടുംബങ്ങൾക്കൊപ്പം നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാന്റെ തീരുമാനം മനുഷ്യരെ കേൾക്കണ്ട. നല്ലവന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവന്റെ ആത്മാവ് പറയുന്നത് ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ കൊണ്ടുപോകണം. എന്താ ഖദ്ദിമൂനി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? വേഗം മുന്നിട്ട് കൊണ്ടുപോകണം, സാവകാശമാക്കേണ്ടതില്ല. മയ്യത്ത് കൊണ്ടുപോലെ വേഗത്തിൽ നടക്കണം എന്നാ, പതുക്കെയല്ല, വേഗത്തിൽ നടക്കുക. സൗദി അറേബ്യയിലൊക്കെ പോയ സന്ദർഭങ്ങൾ കണ്ട ആളുകൾക്കറിയാം. അവർ ഓടുന്നത് പോലെ നടക്കുന്നതാണ്. വേഗത്തിലാ പോവുക, വളരെ വേഗത്തിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ വേഗത്തിൽ കൊണ്ടുപോവുക. എന്നാൽ മോശപ്പെട്ടവനായി മരിച്ചവൻ അടികിട്ടി, മുഖത്തടികിട്ടി, ഊരക്കടികിട്ടി, മുതുകിലടികിട്ടി, എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മുഖത്തും മുതുകിലും അടികിട്ടി മരിച്ച, അടികിട്ടി ആ അവസ്ഥയിൽ മരിക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ ബോഡിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവന്റെ ആത്മാവ് പറയും അഖിറൂനി, അഖിറൂനി, വേഗത്തിൽ കൊണ്ടുപോവണ്ട, സാവകാശമാക്കണം. ആരും സാവകാശാക്കില്ല. ഞാൻ മരിച്ചാൽ, ഇപ്പൊ ഞാൻ ഷിഹാബാണ്, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് മരിച്ചാൽ എന്റെ ഫോൺ ഇവിടെ ഉണ്ട്, എന്റെ നാട്ടുകാരൻ, എന്റെ അയൽവാസി എന്റെ കൂടെ ഉണ്ട്, അല്ലേ? നാട്ടിലേക്ക് വിളിച്ചു പറയും, കുടുംബത്തിലേക്ക് നേരിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലും അറിയിക്കും. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എല്ലാവർക്കും. പിന്നെ പറയണ വെക്കാൻ തരുമോ? ആദ്യം പറയും ഷിഹാബ് എടക്കര മരണപ്പെട്ടിട്ടുണ്ട് എന്ന്, പിന്നെ പറയാ, പിന്നെ ഷിഹാബ് എടക്കരനെ എങ്ങോട്ടാ കൊണ്ടുവരാന്നല്ല ചോദിക്കൂല. ഷിഹാബിനെ എങ്ങോട്ടാ കൊണ്ടുവരുന്നെന്ന് ചോദിക്കൂല. നാട്ടിൽ നിന്ന് വിളിക്കുന്നവർ ഷിഹാബ് എവിടെ എത്തിയെന്ന് ചോദിക്കൂല. മയ്യത്ത് കഴിഞ്ഞ അഡ്രസ്, ഭൂമിയിലെ മണിമാളിക സൗധങ്ങൾ പണിതുണ്ടാക്കി, കൊട്ടാരക്കരയ്ക്ക് വീടുകൾ ഉണ്ടാക്കി, ഈ ഭൗതിക ലോകത്തിന് ലാക്കാക്കിക്കൊണ്ട് കോപ്പുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സോദരെ ഓർക്കണം, നമ്മൾ എന്റെ അഡ്രസ് അവസാനിച്ചിരിക്കുന്നു, നിങ്ങളുടെ അഡ്രസ് അവസാനിച്ചിരിക്കുന്നു, ഇല്ലേ? ഞാൻ വന്ന വാഹനത്തെ കുറിച്ച് എന്റെ വാഹനമെന്ന് പറയില്ല. എന്റെ വീടിനെ കുറിച്ച് ഇതാരെ വീടാന്ന് ചോദിക്കുമ്പോൾ ഷിഹാബിന്റെ വീട് എന്ന് പറയില്ല, ഷിഹാബിന്റെ മക്കളെ വീട് എന്നാ പറയാ. അങ്ങനെ പിന്നെ പറയാ. പിന്നെ മയ്യത്ത് എവിടെ എത്തിയെന്നാ ചോദിക്കുക. മയ്യത്ത് എവിടെ എത്തി? തലശ്ശേരി എത്തി, വടകരെത്തി, മയ്യത്ത് കൊയിലാണ്ടെത്തി, മയ്യത്ത് ആ അരീക്കോട് എത്തിന്നേ പറയുള്ളൂ, ഷിഹാബ് എത്തി എന്ന് പറയില്ല. അത്ര നിസ്സാരന്മാരാണ് നമ്മൾ, അല്ലേ? ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? നമുക്ക് ഈ ഓർമ്മ നമുക്കുണ്ടോ? ഈ ചിന്ത നമുക്കുണ്ടോ? ഈ ആലോചന നമുക്കുണ്ടോ? ഇത് ഗൗരവമായിട്ട് ആലോചിക്കണം. അടികിട്ടിയിട്ട്, മുതുകിലും മുഖത്തും അടികിട്ടിയിട്ട് മരിക്കുന്ന ആളുകൾ അവരെ കബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതാ വിളിച്ചു പറയുന്നു അഖിറൂനി, അഖിറൂനി, ഒന്ന് സാവകാശമാക്കണം. എന്തിനാണ് നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകുന്നത്? എന്തിനാണ് നിങ്ങൾ ധൃതിയിൽ കൊണ്ടുപോകുന്നത്? എന്തിനാണ് നിങ്ങൾ സ്പീഡിൽ കൊണ്ടുപോകുന്നത്? പതുക്കെയാക്കണം. ആരും ആക്കില്ല. ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ വീട്ടില് നിങ്ങളെ ബോഡിയുടെ കിടത്തിയിട്ട് കമ്മിറ്റിയും വരുന്നില്ല, നാട്ടുകാരും വരുന്നില്ല, ആരും വരുന്നില്ല. ദാ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, വീട്ടുകാർക്ക് പരാതി ഉണ്ടാവുക. നമ്മളെ ബോഡി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പരാതിയല്ലേ ഉണ്ടാവുക? കൊണ്ടുപോകുമ്പോ ആർക്കൊരു വിഷമുണ്ടാകും. ഇന്നലെ വരെ കണ്ട വാപ്പയുടെ മുഖം, ഇന്നലെ വരെ കണ്ട ഉമ്മയുടെ മുഖം, ഇന്നലെ വരെ കണ്ട സഹധർമ്മിണിയുടെ മുഖം, ഭർത്താവിന്റെ മുഖം, മക്കളുടെ മുഖം മാഞ്ഞു പോകുമ്പോ വേദനയുണ്ട്, പ്രയാസമുണ്ട്, മനക്ലേശമുണ്ട്, മനസ്സിന് ഞെരുക്കമുണ്ട്. പക്ഷേ ആ ബോഡി കൊണ്ടുപോകാൻ ആരും വരാതെ, പള്ളിക്കാട്ടിലേക്ക്, ശ്മശാനത്തിലേക്ക്, ഖബറിലേക്ക് കൊണ്ടുപോകാൻ, നമസ്കരിക്കാൻ ആരും വരാതെ, ആ വീട്ടിലേക്ക് മെയിൻറ്റ് ചെയ്യാതെ അവിടെ ഇട്ടാൽ സങ്കടത്തിന്റെ വല്ലാത്തൊരാരം തന്നെ അവിടെ ഉണ്ടാകും. തർക്കണ്ടോ വിഷയത്തിൽ? അപ്പൊ കൊണ്ടുപോകണം. പക്ഷെ കൊണ്ടുപോകുമ്പോ ആത്മാവ് പറയും കൊണ്ടുപോണ്ടാൻ. മരിച്ച രംഗം അവനറിയാം, മരണത്തിന്റെ രംഗം അവനറിയാം, മരണത്തിന്റെ വേദന അവനറിയാം. അതുകൊണ്ട് അവൻ പറയുന്നു കൊണ്ടുപോകല്ലേ, ദാ നിങ്ങളെ ഞാൻ കെട്ടപ്പെട്ട് വളർത്തിയിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രയാസം അനുഭവിച്ചിട്ടില്ലേ, എങ്ങോട്ടാണ് നിങ്ങൾ ധൃതിപ്പെട്ട് കൊണ്ടുപോകുന്നത് എന്ന് അഖിറൂനി, അഖിറൂനി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് പറയുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഒരു ഖബറുണ്ട്, 6 അടി മണ്ണ്, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെങ്കിലും ഞെരുക്കിട്ട ഖബറുണ്ടാക്കുക. ഇവിടെ ഇനി കൂടുതൽ മയ്യത്തൊന്നും വരാനില്ല എന്നറിഞ്ഞാലും ഖബർ അങ്ങോട്ട് വീതി കൂട്ടുവോ? ഇല്ല. ഞെരുക്കമുള്ള ഖബർ, ഒരു 6 അടി മണ്ണ്, അത് വ്യത്യസ്ത തരത്തിലാവാം, സൈഡിലേക്ക് കുഴിയെടുക്കുക, നേരെടുക്കുക, അങ്ങനെയൊക്കെ ആവാം. ഏതായാലും ഒരു 6 അടി മണ്ണ്. സാധാരണ മരണം നമ്മുടെ പിന്നെ ബോഡിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വെക്കണം. അത് ജീവിതം കഴിഞ്ഞിട്ടുള്ള 1ാമത്തെ ഗേഹമാണ്. ജീവിതം കഴിഞ്ഞിട്ടുള്ള, ഐഹിക ലോകം കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരെ 1ാമത്തെ ഗേഹമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബർ ബകാ, ഖബറിന്റെ അടുത്ത് നിന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബറിന്റെ അടുത്ത് കൂടി നടന്നു പോകുമ്പോ ഒരു ഖബറിന്റെ അരികെ നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഹത്താ യബുല്ല ലിഹയതഹു, താടിരോമങ്ങളിലൂടെ അതാ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ്? തുദ്കറുൽ ജന്നത്തു വന്നാർ ഫലാ തബ്കി, നിങ്ങൾ സ്വർഗത്തെ ഓർത്തിട്ടല്ലല്ലോ ഇങ്ങനെ കരയുന്നത്, നരകത്തെ ഓർത്തിട്ടല്ലല്ലോ നിങ്ങൾ കരയുന്നത്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് ഇങ്ങനെ കരയാൻ എന്ന് കൂടെയുള്ള ആളുകൾ ചോദിക്കുമ്പോ അവിടുന്ന് അദ്ദേഹം പറയുന്ന മറുപടി ഫഖാൽ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്,
ഖാല ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻഹു. വല്ലാത്ത പ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നൽ ഖബറ, നിശ്ചയമായും ഖബർ, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പരലോകത്തിലേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ വീടാണ്, ഒന്നാമത്തെ ഗേഹമാണ്, ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ഫഇൻ നജാ മിൻഹു, ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, അവനെ തൊട്ട് പിന്നീട് വരുന്നതെല്ലാം എളുപ്പമായിരിക്കും. ഏറ്റവും പ്രയാസം മരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് മനസ്സിലാകുന്നുണ്ട് മരണം എന്നുള്ള വിഷയം ഇവിടെ വേറെ അവതരിപ്പിക്കപ്പെടാനുണ്ടാകും, അതല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ സാന്ദർഭികമായ ഒരു വാക്ക് പറയട്ടെ, മരിക്കുന്ന അന്ന് തന്നെ അറിയാം എന്റെ യാത്ര സ്വർഗത്തിലേക്കാണോ എന്റെ യാത്ര നരകത്തിലേക്കാണോ. മരിക്കുന്ന അന്നറിയും. നമുക്കാർക്കും അറിഞ്ഞിട്ടില്ല, നമ്മളാരും മരിച്ചിട്ടില്ലല്ലോ. മരിച്ചവരാരും അനുഭവം പറഞ്ഞു തരാൻ വന്നിട്ടുമില്ല. മരിച്ചവരാരും അനുഭവം പറഞ്ഞു തരാൻ വന്നിട്ടുമില്ല. അതുകൊണ്ട് മരിക്കുന്നന്ന് മനസ്സിലാകും എന്റെ യാത്ര സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. ഖബറിൽ വെച്ചാൽ പിന്നെയും മനസ്സിലാകും എന്റെ യാത്ര നരകത്തിലേക്കാണോ അല്ല സ്വർഗത്തിലേക്കാണോ. അതേ ഖബർ എന്ന് പറയുന്ന ആഖിറത്തിലെ വീടുകളിൽ, ആഖിറത്തിലേക്കുള്ള വീടുകളിൽ ഏറ്റവും ഒന്നാമത്തെ വീട്ടിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. അവിടെ എങ്ങാനും കഠിനമായ ശിക്ഷ കിട്ടേണ്ടി വന്നാൽ, പരാജയപ്പെട്ടാൽ, രക്ഷപ്പെടാൻ പറ്റാതെ വന്നാൽ, ദണ്ഡുകൾ കൊണ്ടുള്ള ഭാരം ഏറിയ ദണ്ഡുകൾ കൊണ്ടുള്ള അടി കിട്ടേണ്ടി വന്നാൽ, മലായികത്തുകളുടെ ഏറ്റവും ക്രൂരമായ പെരുമാറ്റം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സംഭവങ്ങൾ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതികഠിനമാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്ത് ഇല്ലൽ ഖബറു അഫ്ളഉ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖബറിനേക്കാൾ ഭീകരമായ, ഖബറിനേക്കാൾ മോശമായ ഒരു കാഴ്ചയും ഒരു രംഗവും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഖബറിനേക്കാൾ മോശമായ, ഖബറിനേക്കാൾ ഭീകരമായ ഒരു രംഗവും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അങ്ങനെ ചില കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സഹാബത്ത് നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ വല്ലാത്ത ശിക്ഷ കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ ഖബറിൽ? കുറെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. ഒരാൾ പറഞ്ഞു ഇന്ന ഫുലാനിന്റെ വാപ്പയാണ്, ഇന്ന ആളാണ്. ശരി, അയാൾക്ക് ഖബറിൽ കടുത്ത ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന് ഖബറിൽ വല്ലാത്ത ശിക്ഷ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, അതേ അവിടെ വെച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിക്കുകയും ദുഃഖിക്കുകയും ഈത്തപ്പന മരത്തിൽ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തണ്ട് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അവിടെ കുത്തിവെച്ചു ആ ഖബറിന്റെ മേലെ. എന്നിട്ട് പറഞ്ഞു, ഇത് ഉണങ്ങിപ്പോകുന്നത് വരെയെങ്കിലും ഈ ഖബറാളിക്ക് അല്ലാഹു ശിക്ഷ കുറച്ചു കൊടുക്കുമാറാകട്ടെ. അതാണ് ഖബറിന്റെ മേലെ ചെടി കുത്താനുള്ള ആകെ തെളിവ്. മനസ്സിലായില്ലേ? അത് മുളക്കുന്ന സാധനമല്ല കുത്തിയത്, അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. ഖബറിന്റെ മേലെ ചെടി കുത്താനുള്ള തെളിവും ഈ ഹദീസ് തന്നെയാണ്. മുളക്കുന്ന സാധനമല്ല കുത്തിയത്, ഇത് ഉണങ്ങിപ്പോകുന്നത് വരെ, വേറൊന്ന് പിടിക്കാത്ത ഒരു തണ്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കുത്തിയിരിക്കുകയാണ്. ഇത് ഉണങ്ങിപ്പോകുന്നത് വരെയെങ്കിലും ഈ ഖബറാളിക്ക് അല്ലാഹു ശിക്ഷ കുറച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു. നമ്മളൊക്കെ വിചാരം ഖബറിന്റെ മേലെ രണ്ട് ചെടി കുത്തിയിട്ടില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്ന. കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, കുറെ ആളുകൾക്ക് എന്നാലും ആണ് കുത്തിക്കോട്ടെ എന്നറിയും. എന്നാലും അങ്ങനെയല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇനിയിപ്പോ സാധാരണ എല്ലാവരും വല്ലിപ്പയും വാപ്പൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു മാർഗാണല്ലോ, അതിനൊരു മാറ്റം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടണ്ടാന്ന് കുത്തിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പൊടി പാറുന്ന സ്ഥലമാണെങ്കിൽ അപ്പം ഇങ്ങനെ ഒരു ചാണ് ഉയരത്തിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച മണ്ണ് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്, ഒന്ന് ഒതുങ്ങി നിൽക്കാൻ. അത് നല്ല മഴക്കാലാണെങ്കിലും ഒഴിക്കും. മനസ്സിലായിണ്ടോ? അതായത് ഖബറിന്റെ മേലെ ചെടി നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമില്ല. എവിടെയുള്ളത് അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആ വസ്വാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. ഈ ചെടി ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യും, അതൊക്കെയാണ് വിശ്വാസം. ഈ ചെടി ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ സംസാരിക്കുന്ന ചെടിയൊക്കെ ഉണ്ട്.
മസീഹുദ്ദജ്ജാൽ വരുമ്പോ ചെടികളും മരങ്ങളും വിളിച്ചു പറയും, ഇതാ ഇവിടെ ഉണ്ട് മസീഹുദ്ദജ്ജാൽ. ഒരു ചെടി മാത്രം പറയില്ല എന്നൊക്കെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെടിയെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവട്ടെ, ഏതായാലും ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, എത്ര നല്ല മനുഷ്യനാണെങ്കിലും കൂട്ടരെ, മരണത്തിനൊരു വേദന ഉണ്ട് എന്നത് സത്യമാണ് എന്നതുപോലെ ഖബറിനൊരു ഞെരുക്കുണ്ട്. നല്ലവരാണെങ്കിലും മരണം, ഏറ്റവും നല്ലവനാണ് മരിക്കുന്നെങ്കിലും മരണത്തിനൊരു വേദന ഉണ്ട് എന്നതുപോലെ ഖബറിൽ വെച്ച ഉടനെ ഒരു ഖബറിനൊരു ഞെരുക്കമുണ്ട്. ഖബറാളിയെ ഖബറൊന്നു ഞെരുക്കും, അതിന് രക്ഷപ്പെടാൻ ആർക്കുമാവില്ല. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നുവെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുമായിരുന്നു. ഇല്ല, അവിടുന്ന് മഹദി ആയിഷ ബീവിയുടെ ചുമലിലേക്ക് കിടന്നിട്ട് മരണവേദന കൊണ്ട് പെടഞ്ഞ് നെഞ്ചടത്തിലേക്ക് ഇറങ്ങി. ആയിഷ ബീവിയുടെ കണ്ണുനീര് നബിയുടെ മുഖത്തെ കൊട്ടി വീണപ്പോ ആയിഷ ബീവിയുടെ കൈ കൊണ്ട് തന്നെ തുടച്ചു കൊടുക്കുമ്പോ, യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത് ആവർത്തിച്ചു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, മരണത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല ആയിഷ. എവിടെയാണ് വെള്ളപ്പാത്രം? എന്റെ നെറ്റിയൊന്ന് നനഞ്ഞു തുണി കൊണ്ട് തുടച്ചുകൊണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ആയിഷ ബീവിയുടെ കൈ പിടിച്ച് അവിടുത്തെ നെറ്റിത്തടം തുടപ്പിക്കുന്ന രംഗം അല്ലേ? സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം തടവിയിരുന്നു. രോഗം മൂർച്ഛിച്ചു. മരണത്തോടടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ആയിഷ ബീവി പറയാണ്, ഞാൻ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഓതി നബിയുടെ കയ്യിൽ ഓതി നബിയുടെ കൈ കൊണ്ട് തടവി കൊടുത്തു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുന്നു. അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും ഖബറിൽ ഒരു ഞെരുക്കം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണത്തിന് വേദന ഉണ്ടായിട്ടുണ്ട്. ആ വേദന നബിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ രണ്ട് മനുഷ്യരുടെ മരണവേദന അനുഭവിക്കുന്നുവെന്നാണ് ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഞാൻ രണ്ടു പേരുടെ മരണവേദന അനുഭവിക്കുന്നു. അപ്പൊ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഖബർ എന്ന് പറയുന്ന ഒരു ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് പ്രവേശിക്കുമ്പോ കൂട്ടരെ, മരിച്ചിട്ടാണല്ലോ ആ ലോകത്തേക്ക് പോകുന്നത്, ആണല്ലോ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആ മരണവേദന ലഘൂകരിച്ചു തരുമാറാകട്ടെ. ഒരു കോപ്പയിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ എളുപ്പമാണ് മുഅ്മിനിന്റെ മരണം. ആ വെള്ളം ഒഴിക്കുന്ന വേദനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെടഞ്ഞു പോയത്, വേദനിച്ചു പോയത്. ഇത് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പെടയുന്നത് കണ്ടിട്ടില്ല, വേദനിക്കുന്നത് കണ്ടിട്ടില്ല. ആ രംഗം കണ്ട് ഫാത്തിമ ബീവി ഉറക്കെ കരയാൻ ശ്രമിച്ചപ്പോ, മോളെ കരയല്ല മോളെ, വാപ്പ വേദനയില്ലാത്തൊരു ലോകത്തേക്ക് പോവാണ്. വാപ്പയെ ഇനി നിസ്കരിക്കുമ്പോ വാപ്പയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ആരും ചാർത്തില്ല മോളെ. വാപ്പയെ ചതിക്കാൻ ആരും ഇനി ചതിക്കുടി ഉണ്ടാക്കില്ല മോളെ. യുദ്ധക്കളത്തിലിറങ്ങി വാപ്പയുടെ പല്ല് പൊട്ടിപ്പോകില്ല മോളെ. വാപ്പയെ കൊല്ലാൻ വീട് വളയില്ല മോളെ. വാപ്പയെ ചതിക്കാൻ ആരും ശ്രമിക്കില്ല മോളെ. സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു പ്രത്യേക ലോകത്തേക്ക് വാപ്പ പോവുകയാണ് മോളെ. അതുകൊണ്ട് എന്റെ പൊന്നാര മകൾ കരയരുത് എന്ന് ഫാത്തിമ ബീവിയോട് അള്ളാഹുവിന്റെ റസൂൽ ആംഗ്യത്തിൽ